പാർട്ടി വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കുന്നത് എന്ന് നിയുക്ത മന്ത്രി എൻ ഷംസുദ്ദീൻ. ഏതു വകുപ്പ് എന്നത് മുഖ്യമന്ത്രി തീരുമാനിക്കും. വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് കൈകാര്യം ചെയ്യുന്നതിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ കാര്യമാക്കുന്നില്ല എന്നും ഷംസുദ്ദീൻ ന്യൂസ് 18നോട് പറഞ്ഞു. സത്യപ്രതിജ്ഞയ്ക്ക് ഇനി അല്പസമയം മാത്രമാണ് ശേഷിക്കുന്നത്. നമ്മോടൊപ്പം നിയുക്ത മന്ത്രി ശ്രീ എൻ ഷംസുദ്ദീൻ മണ്ണാർക്കാട് MLA ആണ് നമ്മോടൊപ്പം ചേരുന്നത്. ഷംസക്ക, ആദ്യം അഭിനന്ദനങ്ങൾ. എന്താണെങ്കിലും 4-ാം അംഗത്തിൽ ഏറെ പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരുന്നതാണ് അങ്ങയുടെ ഈ ഒരു പദത്തിലേക്കുള്ള വരവ്. എങ്ങനെയാണ് ഇതിനോടുള്ളൊരു ആദ്യത്തെ പ്രതികരണം? നമ്മൾ ചെറുപ്പം മുതൽ തന്നെ പൊതുരംഗത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയം, യുവജന രാഷ്ട്രീയം, അങ്ങനെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പോൾ പല ചുമതലകളും ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അതൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനോടൊക്കെ നീതി പുലർത്താനും സാധിച്ചിട്ടുണ്ട്. 15 വർഷക്കാലം മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ പ്രവർത്തിച്ചു. പാർട്ടി ഇപ്പോൾ മറ്റൊരു ചുമതല കൂടി, ജനപ്രതിനിധിയിൽ നിന്ന് ഒരു ഭരണകർത്താവ് ക്യാബിനറ്റിലേക്ക് ഉള്ള ഒരു സാധ്യത, ഒരു അവസരം നൽകിയിരിക്കുകയാണ്. തീർച്ചയായും അതും ജനങ്ങൾക്ക് അതുവഴി ചെയ്യാൻ കഴിയുന്ന സഹായവും ആശ്വാസവും ഒക്കെ ചെയ്യാനുള്ള ഇടപെടലുകളായിരിക്കും നടത്തുക. അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള നിലവിലുള്ള പദ്ധതികൾ വളരെ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും പെട്ടെന്ന് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പൂർത്തീകരിക്കാനും, അതുപോലെ തന്നെ അതിൽ നടപ്പാക്കാവുന്ന പുതിയ പദ്ധതികൾ, കാലത്തിനനുസരിച്ച് മാറ്റത്തിനനുസരിച്ച് പദ്ധതികളൊക്കെ കൊണ്ടുവരാനാണ് ശ്രമിക്കുക. കഴിഞ്ഞ തവണയൊക്കെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലൊക്കെ ഒരുപാട് സസ്പെൻസ് ഉണ്ടായിരുന്നു. മന്ത്രിമാരെ പേര് നിശ്ചയിച്ചപ്പോഴും അതേ ഒരു സസ്പെൻസ് തുടർന്നു. അവസാനമാണല്ലോ പല പേരുകളും വന്നത്. പക്ഷേ അങ്ങയുടെ പേര് സ്ഥാനാർത്ഥി പട്ടികയിലും ആദ്യം ഏകദേശം എല്ലാവർക്കും ഉറപ്പായിരുന്നു, മന്ത്രിമാരുടെ പട്ടികയിലും ഏകദേശം ഉറപ്പായിരുന്നു. അപ്പോൾ പാർട്ടി ഒരു സൂചന തന്നിരുന്നു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ള? അങ്ങനെ അല്ല, അത് ഓരോ ഘട്ടം വരുമ്പോഴാണല്ലോ പറയുക. അപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ സമയത്ത് അങ്ങനെയുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. അതുപോലെ ഇത് മന്ത്രിമാരെ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലാണല്ലോ. അപ്പോഴൊക്കെ ആ ചർച്ചകളിൽ നമ്മളുണ്ടെന്നറിയാം. തീരുമാനം അവസാനമായി ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ പറഞ്ഞപ്പോൾ ആണ് അറിയുന്നത്. പിന്നെ ഈ ഒരു പരിഗണന ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഉണ്ടാകുമല്ലോ, സ്വാഭാവികമല്ലേ. 4-ാമത്തെ തവണ എന്ന് പറഞ്ഞൊരു സീനിയർ മെമ്പറാണല്ലോ. ഒരുപാട് വകുപ്പുകളല്ലേ, ഏറ്റവും അങ്ങനെ പേരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതലയിലേക്കൊക്കെയാണ് കേൾക്കുന്നത്. ഒരുപാട് മഹാരഥന്മാരിരുന്ന ഒരു വകുപ്പ് കൂടിയാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു? തീർച്ചയായും പിന്നെ അങ്ങനെ ഒരു പ്രപ്പോസൽ ഉള്ളതായിട്ടാണ് ഞാനും കേട്ടത്. അത് ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അതിൻ്റെ കത്ത് കൊടുക്കേണ്ടതും അപ്രൂവൽ ആവേണ്ടതൊക്കെ. വരട്ടെ. വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. സ്വാഭാവികമായും കേരളം ആർജിച്ചിട്ടുള്ള ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് വിദ്യാഭ്യാസ രംഗത്തെയും ആരോഗ്യരംഗത്തെയും നേട്ടങ്ങളാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് നിരവധി പ്രശ്നങ്ങളുണ്ട്, സ്വാഭാവികമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായതും വിദ്യാഭ്യാസ രംഗമാണ്. അപ്പോൾ അത് കേരളത്തിലെ ഏറ്റവും ആധുനികമായ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനും ടെക്നോളജിയുടെ കാര്യത്തിലായിരുന്നാലും അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുക, ഏറ്റവും പ്രാപ്തരായ ലോകത്തിലെ മറ്റു വിദ്യാർത്ഥികളോടാണ് നമ്മുടെ കുട്ടികൾ മത്സരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു അത്തരത്തിലുള്ളൊരു ശാക്തീകരണം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നടക്കണം. അതിനൊക്കെ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഉണ്ടാവുക. വിദ്യാഭ്യാസം ഏറ്റെടുക്കുന്നതിനെതിരെ NSSും പല സംഘടനകൾ രംഗത്തെത്തുന്നത് കണ്ടിരുന്നു. എങ്ങനെയാണ് ആ വിമർശനങ്ങളെയൊക്കെ കാണുന്നത്? അതിലൊന്നും പിന്നെ ഇതൊന്നും ആദ്യമായിട്ടുള്ള കാര്യമില്ലല്ലോ. കേരളത്തിൽ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയൊരു മേഖല വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് നയിച്ചതിൽ കേരളത്തിലെ ഇരു ഭാഗത്തുമുള്ള UDF LDF പ്രധാനമായിട്ടും അങ്ങനെയാണല്ലോ, അതിലുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരുടെ ഭരണകർത്താക്കളുടെ പങ്കുണ്ട്. അതിലേറ്റവും കൂടുതൽ കാലം ഈ വിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം കൊടുത്തത് ലീഗ് മന്ത്രിമാരാണ്. അപ്പോൾ അത് വളരെ നിഷ്പക്ഷമായും സത്യസന്ധമായും ഈ സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിനനുസരിച്ചാണത് മുന്നോട്ട് പോയത്. അതുപോലൊക്കെ തന്നെ അവരെ ഒക്കെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ എനിക്കും അങ്ങനെ പോകാൻ കഴിയും. എന്തെങ്കിലും ഒരു പദ്ധതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മനസ്സിലുണ്ടോ വിദ്യാഭ്യാസ വകുപ്പിൽ നവീകരണം നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മറ്റേത് നമ്മൾ ഇനി അതിന് ചുമലേറ്റെടുത്ത് ബന്ധപ്പെട്ടവരോട് സംസാരിച്ചിട്ടൊക്കെ വേണം. കാര്യം കൂടി, ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ കിടക്കുന്ന പല പ്രദേശങ്ങളും അങ്ങയുടെ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ എന്തൊക്കെ, കാരണം ആ മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും ഒരു മന്ത്രിയെ കിട്ടുന്നത് മണ്ണാർക്കാട് മേഖലയിൽ നിന്ന്. അപ്പോൾ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ കൂടി എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ? തീർച്ചയായും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് നമ്മുടെ പ്രാഥമികമായ ഉത്തരവാദിത്തം നിയോജക മണ്ഡലത്തിലോടും അവിടുത്തെ ജനങ്ങളോടും തന്നെയാണ്. എല്ലാ മേഖലകളിലുമുള്ള വികസനങ്ങൾ ഞങ്ങൾ 15 വർഷമായിട്ട് ചെയ്തതാണ്. അതിൻ്റെ ഒരു തുടർച്ച, അതിനൊക്കെ ഒരു പ്ലാനുണ്ട്. ഇപ്പോൾ
വന്ന റോഡിന് 2ാം ഘട്ടം വേണ്ടി വരും, ഒരു പാലം വന്നതിന് ഇപ്പുറത്ത് വേറെ പാലം വേണ്ടി വരും, സ്കൂൾ വന്നാൽ കോളേജ് വേണ്ടി വരും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. അത് നമ്മൾ അവിടെ തന്നെ പറഞ്ഞതാണ്, മണ്ഡലത്തിലെ ഇലക്ഷൻ സമയത്ത് പറഞ്ഞാണ്. ഇതൊക്കെയാണ് അടുത്ത 5 വർഷത്തെ ഞങ്ങളുടെ പ്രയോറിറ്റി. വ്യക്തിപരമായിട്ട് എത്രമാത്രം കുടുംബമൊക്കെ വന്നോ ഇവിടെ? ഫാമിലി ഉണ്ട്, വൈഫും മോളൊക്കെ ഉണ്ട്. എല്ലാവരും എത്തി അവരങ്ങോട്ട് വരും. അവർ ഇന്നലെ രാത്രി എത്തി. നാട്ടിൽ നിന്നൊക്കെ മലബാറിൽ നിന്നൊക്കെ ഒരുപാട് പേരാണ് വണ്ടിയൊക്കെ വിളിച്ചത്. എല്ലാവരും 10 വർഷത്തിന് ശേഷം UDF വീണ്ടും അധികാരത്തിൽ വരികയാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പൊതുസമൂഹം, UDF പ്രവർത്തകർ ഒക്കെ അതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണല്ലോ 102 സീറ്റിലേക്കാണ് UDF വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആഹ്ലാദം സന്തോഷമൊക്കെ ആയിട്ടാണ് ആളുകൾ വരുന്നത്. എന്താണെങ്കിലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. വീണ്ടും മന്ത്രിയുടെ ചുമതല ഏറ്റെടുത്ത ശേഷം നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും അദ്ദേഹം സത്യപ്രതിജ്ഞ ചടങ്ങിന് മുന്നോടിയായിട്ട് നമ്മളോട് സംസാരിച്ചതാണ്. വിദ്യാഭ്യാസ വകുപ്പ് എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ, അതിനെക്കുറിച്ചുള്ള ആദ്യ പ്രതീക്ഷകളും അദ്ദേഹം പങ്കുവച്ചു. അഖിൽ ഊട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.